ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയും റംബൂട്ടാനും ചേർത്തുണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ്. വെണ്ടയ്ക്ക റംബൂട്ടാൻ പാൽക്കറി. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം, പക്ഷെ കൂടുതൽ രുചി ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ്. പപ്പട അച്ചാറുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറിയുടെയൊന്നും ആവശ്യമില്ല. ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റംബൂട്ടാൻ വെണ്ടയ്ക്ക പാൽക്കറി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക റംബൂട്ടാൻ പാൽക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പച്ചമണം നന്നായി പോകണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക, അതിൽ മതി. നന്നായി പച്ചമണം പോകണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവോള പൊടിയായി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 20 ചുവന്നുള്ളി ചതച്ചതായാലും ചേർത്ത് കൊടുക്കാം, പക്ഷേ സവോളയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി സവോള നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ ശരിക്കും അതുപോലെ കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഏത് കറിയിലും ചേർക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സവോള ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക ചേർത്തിട്ട് അതൊന്നിങ്ങനെ വറുത്ത് വന്നില്ലെങ്കിലും ഒന്നിങ്ങനെ വഴന്ന് വരണം. ആ പാകം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവോളയും വെണ്ടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് റംബൂട്ടാൻ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 റംബൂട്ടാൻ എടുത്തിട്ടുണ്ട്. പച്ച റംബൂട്ടാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പഴുത്തതുള്ളെങ്കിൽ പഴുത്തത് ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് വീട്ടിലുള്ളതുകൊണ്ട് പച്ച റംബൂട്ടാനാണ്. ഇനി അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വരെ ചേർക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. മല്ലിപ്പൊടി അധികം വേണ്ട. മല്ലിപ്പൊടി നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. മല്ലിപ്പൊടിയുടെ ഫ്ലേവർ അധികം വേണ്ട. അപ്പോൾ നമ്മൾ ഈ 3 പൊടികളും ചേർത്ത് ഇനി ഇതൊന്നിങ്ങനെ മൂക്കണം. പൊടികൾ പെട്ടെന്ന് മൂക്കും, കാരണം നമ്മൾ ഈ സവോളയും വെണ്ടക്കായൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ളത് കൊണ്ട് ഈ പൊടികൾ ആ ചൂടിൽ പെട്ടെന്ന് മൂക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ചാറ് കറിയാണ്, നമുക്ക് ചോറിൽ കൂട്ടി കഴിക്കാനുള്ള ചാറ് കറിയാണ്. പിന്നെ നമ്മളിതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്കിത് വറ്റി വന്നിട്ട് അവസാനം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് തിളവരുമ്പോൾ എടുക്കാം, പക്ഷേ ഞാനിത് ആദ്യമേ തന്നെ ചേർക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് പുളിവെള്ളം, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, അതുമില്ല അതിലും ചെറുത്, കുറച്ച് പുളിരസം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിത് മീൻ കൂട്ടാൻ വേവിക്കുന്ന പോലെ ഒന്ന് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വറ്റിച്ച് നമ്മുടെ ചാറ് എത്ര വേണോ ആ പാകത്തിന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞ തീയിൽ തന്നെ വേവിക്കണം, പെട്ടെന്ന് തിളപ്പിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കരുത്. അപ്പോൾ അവസാനം നമ്മൾ പാകത്തിന് വറ്റിക്കഴിഞ്ഞ് വെണ്ടയ്ക്ക എല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മളതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിനി ഇത് ഉള്ളി കാച്ചുകയോ കടുക് പൊട്ടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണേൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതുപോലെ നമുക്ക് റംബൂട്ടാൻ വെച്ചിട്ട് പലതരത്തിലുള്ള കറികളും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പനി ചുമയ്ക്കുള്ളതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ശരിയല്ല. എന്നാലും
മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റംബൂട്ടാൻ നമുക്ക് വീട്ടിലില്ലെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അധികമൊന്നും ആവശ്യമില്ല. ഒരു 250 ഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ അധികം പഴുക്കാത്തതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് കറിക്ക് ഇങ്ങനെ മധുരം വരും. നമ്മൾ പുളി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ആ മധുരം ബാലൻസ് ആയിക്കോളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ഞാനതുപോലെ ഷോർട്സ് ആക്കിയിട്ടുണ്ടായിരുന്നു റംബൂട്ടാൻ്റെ വേറെ 2 തരം കറികൾ. അതും വളരെ ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികളാണ്. റംബൂട്ടാൻ വെച്ചിട്ട് നമുക്ക് പല തരത്തിലുള്ള കറികൾ ഉണ്ടാക്കാം. എനിക്ക് മനസ്സിലായി. സ്വീറ്റ് ഡിഷ് മാത്രമല്ല, നമുക്ക് ചിക്കനിൽ ചേർക്കാം, മീനിൽ ചേർക്കാം, പലതരം വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് റെസിപ്പികൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും റംബൂട്ടാൻ കിട്ടില്ലല്ലോ, നമുക്ക് വർഷത്തിലൊരു പ്രാവശ്യമല്ലേ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ റംബൂട്ടാൻ മുഴുവൻ തത്തകൾ തിന്ന് തീർത്തു. കാരണം ഞങ്ങൾക്ക് അധികമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ 3 റെസിപ്പി ഇക്കൊല്ലം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ പല റെസിപ്പികളും ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ കൊല്ലവും ഇങ്ങനെ പല പല വിഭവങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇനി വെണ്ടയ്ക്കയ്ക്ക് പകരം നമുക്ക് മുരിങ്ങക്കായ ഇട്ടിട്ടും ഇതേ റെസിപ്പി ചെയ്യാം കേട്ടോ. അതുപോലെ പരിപ്പ് ചേർത്തിട്ട്, അതായത് മുരിങ്ങക്കായ, റംബൂട്ടാനും പരിപ്പ്, അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ പലതരത്തിലുണ്ടാക്കാം. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് റംബൂട്ടാൻ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.